Hello മച്ചാമാരെ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് പ്യൂമയുടെ ഹൈബ്രിഡ് NX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ഷൂ ആണ് അൺബോക്സ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന 7500 rupees റേഞ്ച് വരുന്ന ഒരു ഷൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇനി നമുക്ക് റിവ്യൂലോട്ട് എടുക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. കാരണം എല്ലാം കുറച്ചൊന്ന് പ്ലസ് സൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു പ്രീമിയം ഷൂ ആണ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂവിൻ്റെ ഫീലിംഗ് തരുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ഏകദേശം എല്ലാ മെറ്റീരിയൽസിനും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു മിഡ് സോൾ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നല്ല സൈസിൽ ഒരു ബ്ലാക്ക് ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് പിറകിലോട്ട് വരുമ്പോൾ ഹൈറ്റ് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സർക്കിൾ ഡിസൈൻ അല്ലെങ്കിൽ മുത്ത് പോലെയുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറകിലായിട്ട് ഹൈബ്രിഡ് എന്നുള്ള ബ്രാൻഡിങ് കാണാം. സൈഡിൽ പ്യൂമയുടെ ലോഗോയും കാണാം. പിന്നെ ഫ്രണ്ടിലായിട്ടും വലുതാക്കിയിട്ട് പ്യൂമയുടെ വൈറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള കളറ് വൈറ്റും ബ്ലാക്കും അതുപോലെ ഗ്രേയും കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മാച്ചിങ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എന്താ പറയുക ചളിയും കാര്യങ്ങളൊന്നും ആയിട്ട് വൃത്തികേടാവില്ല. അത്യാവശ്യം കുറേ കാലം തന്നെ നീറ്റായിട്ട് നിൽക്കും. പിന്നെ ഈ പ്യൂമയുടെ ടെക്സ്റ്റും സൈഡിൽ വരുന്ന ഡിസൈനുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചളിയായി കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് ഒരു ഷൈനി മെറ്റീരിയലാണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കൊരു മോശം പറയാനില്ല. അത്യാവശ്യം എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനിപ്പോൾ നമ്മൾ അപ്പർ മെറ്റീരിയൽ നോക്കുകയാണെങ്കിലും മിഡ് സോൾ ആണെങ്കിലും അതുപോലെ ലേസും മറ്റ് ഏകദേശം എല്ലാ മെറ്റീരിയൽസും ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ക്വാളിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇനി ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ അധികം പറയണമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഷോട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു റേഞ്ച് ലുക്ക് തരുന്ന ഷൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷൂവിൻ്റെ പ്രൈസിനനുസരിച്ച് ഇത് നന്നായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അല്ലാതെ ഭയങ്കര പ്രൈസും തീരെ കാണാനില്ലാത്തൊരു ഷൂ ഒന്നുമല്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഡിസൈനും ഷൂവും തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ബിൽഡ് ഫിനിഷിങ്ങിലോട്ട് വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനിപ്പം സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിലും സൈഡിലിട്ടിട്ടുള്ള ഗ്ലൂ ഒക്കെ നോക്കുകയാണെങ്കിലും ഒന്നും പുറത്തോട്ട് കാണുന്നില്ല. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് ഇല്ല, നല്ല വൃത്തിയിലാണ്. ഇനി മുകളിലുള്ള ഈ ഒരു ലേസ് പാസ് ചെയ്ത് പോകുന്ന ഏരിയയിലോ മറ്റ് സ്ട്രാപ്പൊക്കെ നോക്കുകയാണെങ്കിലും ഒരു മോശം പറയാനില്ല. എല്ലാം നല്ല ഒടുക്കത്തെ ഫിനിഷിംഗ് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ബിൽഡ് ഫിനിഷിങ്ങും ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡിസൈനിങ്ങും നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഒരു കിഡ്ലം ഷൂ തന്നെയാണ് പ്യൂമ ഹൈബ്രിഡ് NX. ഇനി നമുക്ക് കംഫർട്ട് എന്നുള്ള സെക്ഷനിലോട്ട് വരാം. അപ്പോൾ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്യൂമയുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് തന്നെ വരുന്നത് കംഫർട്ട് ഫോക്കസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ട് നന്നായിട്ട് തരുന്നുണ്ട്. അതിനിപ്പോൾ ഡേ ടു ഡേ ക്യാഷ്വൽ യൂസിനാണെങ്കിലും റണ്ണിങ്ങിനായിട്ട് എടുക്കുകയാണെങ്കിലും. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സാധാരണ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ഹൈബ്രിഡ് എടുക്കുന്നതെങ്കിൽ ഇത്രയും കംഫർട്ടിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. റണ്ണിങ് അതുപോലെയുള്ള മറ്റ് എക്സസൈസിനൊക്കെ ആയിരിക്കും ഈ ഒരു കംഫർട്ട് റിയലി ആപ്റ്റായിട്ട് വരിക. കാരണം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസാണ്. അത് ഈ ഒരു ഹൈബ്രിഡ് എന്നുള്ള ടെക്നോളജി തന്നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കംഫർട്ടിലോട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഇൻസോൾ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ഇൻസോൾസാണ്. സോ ഈ ഒരു ഇൻസോളിൻ്റെ കംഫർട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അഡീഷണലായിട്ട് ഈ ഒരു ഔട്ട്സോളൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരു നല്ല കംഫർട്ടാണ് ഈ ഒരു ഷൂ തരുന്നത്. അത് സാധാരണ നമ്മൾ ഓടുന്ന മെഷീനായിട്ടുള്ള ട്രെഡ്മില്ല്, ഇനിയിപ്പം മറ്റേത് റോഡിലൂടെയോ അങ്ങനെ ഏത് സർഫസിലൂടെ ഓടുന്ന സമയത്താണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ ആണ്. ഡെയിലി യൂസിനും കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ ചില ബ്ലാക്ക് ഷൂസ് അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ആവാറുണ്ട്. പക്ഷേ ഈ ഒരു ഷൂ എവിടെയും അധികം ഓവർ ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതായത് എയർ റെഗുലേഷനോ അല്ലെങ്കിൽ ഈ ഒരു ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കാല് ഹീറ്റ് ആവും, അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്നാലും ഈ താഴെ കൊടുത്തിട്ടുള്ള ഇൻസോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് കുറേ നേരത്തെ യൂസിന് ശേഷം ഷോക്സ് ഇടാതെ ഉപയോഗിക്കുകയാണെങ്കിൽ കാലിൻ്റെ അടിഭാഗം മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. ബാക്കി സൈഡിലൊന്നും പ്രശ്നം വരുന്നില്ല. കാരണം അവിടെയൊക്കെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ബ്രീത്തബിൾ അപ്പർ മെറ്റീരിയലാണ് പ്യൂമ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഇത്ര കൂടുതലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹൈബ്രിഡ് ഫുഡ് ബെഡും കൂടെ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂ ആണ്. അപ്പോൾ കംഫർട്ട് എന്നുള്ള ഫാക്ടർ നോക്കുമ്പോൾ എന്തായാലും ഈ ഒരു ഷൂ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കംഫർട്ട് കുറവാണെന്ന് തോന്നാൻ പോകുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ ആണ്. ഇനിയിപ്പം ഫ്ലിപ്കാർട്ട് അങ്ങനെ ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു ഷൂ 4000 ബിലോ പ്രൈസ് റേഞ്ചിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിനൊക്കെ ഈ കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്.
പ്രത്യേകിച്ച് പ്യൂമയുടെ നൈട്രസ് ഫോം ഹൈബ്രിഡ് അതുപോലെ സോഫ്റ്റ് ഫോം സീരീസിലൊക്കെ വരുന്ന ഷൂകൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് നോർമലി വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷൂ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കംഫർട്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് എടുക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഗ്രിപ്പിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഗ്രിപ്പ് നോക്കുകയാണെങ്കിലും ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഗ്രിപ്പാണ്. ഇതിൻ്റെ താഴെയുള്ള ഡിസൈനിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്നൊരു ഷൂ ആണെന്നുള്ളത്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ രീതിക്കും പല ടൈപ്പ് ടെക്സ്റ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു സർഫസിലും നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. ഇത് 1 മന്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത സമയത്തും എനിക്ക് ഗ്രിപ്പിനൊരു ഇഷ്യൂ വന്നിട്ടില്ല. അതുപോലെ ഗ്രിപ്പ് ഓവറായിട്ട് തേഞ്ഞു പോകുന്നൊരു പ്രശ്നം വന്നിട്ടില്ല. ഓടുന്ന സമയത്ത് ഇനിയിപ്പോൾ ട്രെഡ്മിലാണെങ്കിലും മറ്റേത് സർഫസ് ആണെങ്കിലും നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. ഒരു കുറവും തോന്നിയിട്ടില്ല. പിന്നെ ചില ഷൂകൾക്ക് കുറച്ചൊരു സർഫസ് മാറുന്ന സമയത്ത് തന്നെ ഗ്രിപ്പ് പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊന്നും ഇതിന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് എന്നുള്ള കാര്യത്തിലും ഇത് നല്ലൊരു ഷൂ ആണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന ഗ്രിപ്പ്, കംഫർട്ട്, അതുപോലെ ഡിസൈനിങ് എന്നുള്ള ഫാക്ടേഴ്സിലൊക്കെ ഈ ഷൂ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഷൂവിനെ തന്നെയാണ് റിസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം. ഇനി ഇത് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കിടക്കാഴ്ച ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you so much for watching. I'll catch you guys later. Peace.